പല്ലിന് അല്ലെങ്കിൽ നമ്മൾ ഷാർപ്പായിട്ടുള്ളൊരു പല്ല് പൊതുവെ കുറേ പേരിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ്. ഞാനത് ഒന്നുകൂടി ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നടൻ ജിഷ്ണു ഉണ്ടായിരുന്നല്ലോ. ആഹാ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട് അതെ, അതെ. FB-യിൽ. അപ്പം അവർക്കും ഇതേപോലെ സ്റ്റാർട്ടിങ് പല്ലിന് ഷാർപ്പ് ഇട്ടിട്ട് കൂടി നാവിന് മുറിവുണ്ടായതാണ്. ക്യാൻസർ സിഗരറ്റ് വലിക്കുന്നവർക്ക് മാത്രമേ വരുള്ളൂ എന്നൊക്കെ പറയുന്നത് പണ്ട് കാലത്തെ തോട്ടാണ്. സ്ഥിരം എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരു 6 മാസം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടർ അവർ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ അവരെന്തായാലും ഇങ്ങനത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ട ഒരു വിഷയം വരില്ല. ഡോക്ടർ, നമ്മൾ ക്ലിനിക്കിൽ ഇപ്പം പേഷ്യൻസ് പറയാറുണ്ട് പല്ലിന് ഭയങ്കര ഷാർപ്പായിട്ടുള്ള അങ്ങനെ നാവിനൊക്കെ മുറിവ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പം ട്രീറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുക? പല്ലിന് അല്ലെങ്കിൽ നമ്മൾ ഷാർപ്പായിട്ടുള്ളൊരു പല്ല് പൊതുവെ കുറേ പേരിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ്. പലരും കാര്യമാക്കാത്തൊരു സംഭവമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല്ലിന് കേടില്ലല്ലോ, അല്ലെങ്കിൽ പല്ലിന് വേറെ ബുദ്ധിമുട്ടോ വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അതുകൊണ്ടുണ്ടാവുന്ന മെയിൻ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പല്ലിന് അല്ലെങ്കിൽ തട്ടിയിട്ടുണ്ടാവുന്ന കവിളിലും ചുണ്ടിലും പിന്നെ അധികം നാവിലൊക്കെ ഉണ്ടാവുന്ന മുറിവുകളാണ് നമുക്ക് കൂടുതലും അതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെ. അതല്ലെങ്കിൽ ആൾക്കാരത് കാര്യമാക്കലില്ല സംഭവം വരുന്നത്. അപ്പോൾ അത് പല കാരണം കൊണ്ടും നമുക്കത് ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് വലിയ വിഷയങ്ങളിലേക്ക് വരും. ഞാനത് ഒന്നുകൂടി ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നടൻ ജിഷ്ണു ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട് FB-യിൽ. അപ്പം അവർക്കും ഇതേപോലെ സ്റ്റാർട്ടിങ് പല്ലിന് ഷാർപ്പ് ഇട്ടിട്ട് കൂടി നാവിന് മുറിവുണ്ടായതാണ്. അപ്പം അങ്ങനെ ഒരു ക്യാൻസറിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യത ഉണ്ടോ? ക്യാൻസർ തീർച്ചയായിട്ടും നമുക്കതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ട്രിക്കി സിറ്റുവേഷനാണത്. ക്യാൻസർ ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷനാണ്. പക്ഷേ അത് നമ്മൾ വിചാരിക്കുന്നത് ക്യാൻസർ സിഗരറ്റ് വലിക്കുന്നവർക്ക് മാത്രമേ വരുള്ളൂ എന്നൊക്കെ പറയുന്നത് പണ്ട് കാലത്തെ തോട്ടാണ്. ഇപ്പോൾ പല കാരണങ്ങളുമാണ് നമുക്ക് പലപ്പോഴും ഈ ഒരു വിഷയത്തിൽ ക്യാൻസർ ഒന്നും സിഗരറ്റ് വലിക്കാത്ത കണ്ടുപിടിക്കാത്ത ആൾക്കാർക്ക് പോലും വായയിൽ ക്യാൻസർ ഉണ്ടാകുന്നതായിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എപ്പോഴാണ് നമ്മളിതിന് നോക്കേണ്ടതെന്നുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് ചുരുക്കി പറയാം. നമ്മൾ ഒരു മുറിവ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വായിൽ ഒരു മൂർച്ചയുള്ള ഒരു പല്ലുണ്ടാവാണ്. അത് ഉണ്ടാവാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല്ലിൻ്റെ അല്ലെങ്കിൽ പല്ല് നിൽക്കുന്ന ഘടനയിൽ അതിൽ വരുന്നൊരു വ്യത്യാസമാവാം. അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ട് പല്ല് കടിക്കുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ നമ്മൾ പല്ല് കടിക്കുമ്പോഴുള്ളൊരു വിഷയം ഉണ്ടാവാം. അപ്പോൾ ഇതിലൊക്കെ ഈ ഒരു കാരണം കൊണ്ട് പല്ലിൻ്റെ ഒരറ്റം മൂർച്ചയായിട്ട് നിൽക്കുക ചെയ്യാം. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ബാക്കിൽ പല്ലാണെങ്കിൽ അധികം നാവുമ്മ തട്ടിയിടും. നാവിന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മൂവ്മെൻറ്റ് അങ്ങനെയാണല്ലോ അതിനനുസരിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും സംസാരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും അതേപോലെ കവിളിലും ഇതൊക്കെ തട്ടിയിട്ട് പെട്ടെന്ന് മുറിവാകാനുള്ള ചാൻസ് ഉണ്ട്. ഈ മുറിവ് നമ്മളത് ശ്രദ്ധിക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഏതൊരു മുറിവാണെങ്കിലും നമ്മളൊരു 1 2 ആഴ്ചക്കകത്ത് അത് പോവുകയാണെങ്കിൽ വലിയൊരു കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. അത് പെർസിസ്റ്റൻ്റ് ചെയ്ത് നിന്നാലാണ് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളത് സ്വാഭാവികമായിട്ടും പല്ലിന് മുറിവുണ്ടാകുമ്പോൾ വേദന തുടങ്ങുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കും. അതിന് നമ്മൾ വേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കും. അതല്ലെങ്കിൽ കുറഞ്ഞു പോകും. ഇത് ശ്രദ്ധിക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ചന് മേലെ അതവിടെ നിൽക്കുമ്പോൾ വീണ്ടും ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും ആ മുറിവ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ നീതിയുണ്ടെങ്കിൽ അവിടെ മരവിക്കും. അപ്പോൾ ആ പേഷ്യൻ്റ് വിചാരിക്കും അതവിടെ നിന്ന് മാറി ഇല്ല പോയി എന്നുള്ള രീതിയിൽ. നേരെ മറിച്ച് അത് അവിടെ മരവിച്ചിട്ട് അവിടെ കല്ലിപ്പായി അവിടെ ഒരു സ്ഥിരമായിട്ടൊരു പുണ്ണായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ പുണ്ണ് പിന്നീട് അത് ക്യാൻസറിലേക്കും കാര്യങ്ങളിലേക്കും വരും പല കാരണങ്ങളുണ്ട്. അതായത് ഇപ്പോൾ അതിൻ്റെ പുറമെ ആൾ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെങ്കിൽ അത് ക്യാൻസർ ആവാനുള്ള അതിനൊരു 1% ഉള്ളത് 10% മാറാണ്. അങ്ങനത്തെ രീതിയിലൊക്കെ വരുമ്പോൾ അധികം എരിവുള്ള ഭക്ഷണങ്ങൾ തട്ടുമ്പോൾ വേറെ HPV ഇൻഫെക്ഷൻസ് പോലെ പല കാര്യങ്ങളും കൊണ്ടും നമുക്കത് മുറിവ് കൂടാനുള്ള ചാൻസ് ഉള്ളത്. ഇപ്പം ഇങ്ങനെ ഷാർപ്പൻ ടൂത്തായിട്ട് വരുന്ന പേഷ്യൻസിന് നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും കൊടുക്കാൻ പറ്റുക?
നമ്മൾ അതിൽ ശ്രദ്ധിക്കുന്നത് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ആ പല്ല് അവിടെ ഷാർപ്പൻ ചെയ്യുന്നത്. ചിലർ ഇപ്പോൾ പ്രത്യേകിച്ച് മുന്നിലത്തെ നിലയുടെ പല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാരണം ഉണ്ടാവും. ആൾ വീണിട്ടായിരിക്കാം, എന്തെങ്കിലും ഇടിച്ചു കൊണ്ടിട്ടാവാം. പലപ്പോഴും അത് കാരണം കൊണ്ട് അവർക്ക് അത് കാണുന്നതുകൊണ്ട് അവർ ശ്രദ്ധിക്കും. ശ്രദ്ധിക്കാതെ പോകുന്ന പലപ്പോഴും വരുന്നത് നമ്മൾ പുറകിലെ പല്ല് ഷാർപ്പനാവുന്ന സമയത്താണ്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കടി നേരെ ചൊവ്വെ അല്ലാത്ത രീതിയിൽ കടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ 1-2 പല്ല് പറിച്ചിട്ടുണ്ടാവും, ബാക്കിയുള്ള പല്ല് ഒരു പല്ലുമിലേക്ക് ആ ലോഡ് വരുന്നുണ്ടാവുക. അപ്പോൾ ഈ പല്ല് വെക്കാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന തേയ്മാനങ്ങൾ അതുകൊണ്ടൊക്കെ ഈ ഒരു രീതിയിലുണ്ടാവും. അപ്പോൾ എന്താണ് കാരണം എന്നുള്ളത് ആദ്യം നമ്മൾ ആ പല്ല് നമുക്ക് സ്മൂത്തും ചെയ്ത് ആ പല്ല് നിലനിർത്താൻ പറ്റുന്നതാണെങ്കിൽ ആ രീതിയിൽ നാമിനോപ്ലാസ്റ്റി എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ പ്രൊസീജിയറാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്തിട്ട് നമുക്ക് മുറിവ് ഉണങ്ങുന്നുണ്ടോ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഇനി അതെല്ലാം നമുക്ക് പിന്നീട് നല്ലോണം കേടായ പല്ലാണെങ്കിൽ റൂട്ട് കനാൽ ചെയ്തിട്ട് ടോപ്പ് പോലത്തെ സംഭവങ്ങൾ അവിടെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ അത് എടുത്ത് മാറ്റേണ്ടതാണെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ രീതിയിൽ നമുക്കതിനെ പല രീതിയിലും അത് മാനേജ് ചെയ്യാം. പക്ഷെ അതിന് പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുറിവിനെയാണ്. ആ മുറിവ് നമുക്ക് ഈ പറഞ്ഞ പോലെ അത് നമ്മൾ അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് അതിനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഈ ഒരു മുറിവ് അവിടെ വീണ്ടും 2 ആഴ്ചേന് മേലെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാറുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് അതിനെ വീണ്ടും ടെസ്റ്റുകൾ അല്ലെങ്കിൽ ബയോപ്സി പോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെ നോക്കേണ്ടി വരും. കാരണം എങ്ങനെയാണ് ഇപ്പം നമുക്ക് ചുരുക്കി പറഞ്ഞാൽ നമുക്കിപ്പം ആദ്യം ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിരിക്കും. അപ്പം അതിപ്പം ഇനീഷ്യലി തന്നെ ആദ്യം തന്നെ അത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലുള്ള ക്യാൻസർ കാര്യങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ അതന്നെ, അതായത് നമ്മളൊരു സ്ഥിരം എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരു 6 മാസം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടർ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ അവരെന്തായാലും ഇങ്ങനത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ട ഒരു വിഷയം വരില്ല. ഇതിലധികം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായം ആയ ആൾക്കാരിലാണ് ഇത് കണ്ടുവരുന്നത്. കൂടുതലായിട്ട് അവർക്ക് കണ്ടുവരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി ഷുഗർ ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും, ബാക്കി കൊളസ്ട്രോൾ, ബാക്കി ബുദ്ധിമുട്ടുകൾ അതിനോട് സിസ്റ്റമിക് ഡിസോർഡേഴ്സും കൂടി ഉണ്ടാകുമ്പോൾ പല മരുന്നുകൾ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് പുറമെ ഈ ഒരു വിഷയം കൂടി ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടായി. പലരും ഹൃദയരോഗങ്ങളുള്ള ആളായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് നമുക്ക് കയറി ചെന്ന് പല്ലെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ അവർ വരാനും ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിവ് ഉണങ്ങാനും സമയം എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു കാരണമാണ് അതിലേക്ക് വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ അത് നമ്മളൊരു വർഷത്തിലൊരിക്കലെങ്കിലും വന്നൊരു ഡോക്ടറെ കാണുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കത് നേരത്തെ കണ്ടെത്താനും ഈ ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനും കഴിയാവുന്നൊരു സംഭവമാണ്.